മരത്തിന്റെ വേളി വരുമ്പോ ഇതുപോലത്തെ ബൈനോക്കുലറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആന വന്ന് ചാരി ആ മരത്തിന്റെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അടിയിൽ പോയിട്ട് ഇത് 2 ദിവസം മുമ്പ് ഇട്ട പിണ്ടോണം. പക്ഷെ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലടാ, സ്ഥലം വെറുതെ കിടിലൻ. വേറെ റൂം. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, ഇതിൻ്റെ മേളിലാണ്ടോ നമ്മൾ സ്റ്റേ ചെയ്തത്. നമ്മുടെ ജീപ്പുകളൊക്കെ നോക്കിയേ. അതെ, നമ്മൾ അരമണിക്കൂറായിട്ട് ഇവിടെ തന്നെ ഇരിക്കണേണ്ട. ഹായ് മച്ചാന്മാരെ, ഇന്നത്തെ നമ്മുടെ യാത്ര പൂപ്പാറയിലേക്കാണ്. പതിവ് പോലെ ഇന്ന് ബസ് യാത്രയല്ല കേട്ടോ, ചുറ്റും കാടിനോട് ചേർന്നിരിക്കുന്ന ഒരു ഏർമാടത്തിലേക്കാണ് ഇന്നത്തെ പോക്ക്. ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് കൊച്ചിയിൽ നിന്നാണ്. മൂന്നാറിൽ നിന്നും 32 കിലോമീറ്റർ ദൂരമുണ്ട് പൂപ്പാറയിലേക്ക്. ബാക്കി വീഡിയോയിലുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടു. കഴിച്ചപ്പോൾ നമ്മൾ ഇവിടെ ഹോട്ടൽ ശ്രീകൃഷ്ണയിൽ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു. നല്ല കിടിലൻ ഒരു ട്രീ ഹൗസിൽ സ്റ്റേ ചെയ്യാണ്ടോ. നമ്മൾ പള്ളി കയറിയണേ, ജയ്പൂർ പള്ളി കയറി. ഞങ്ങളിവിടെ നിൽക്കണുണ്ടോ വെയിറ്റിംഗ്. ഇവരുടെ ഒരു ഇതിൽ കയറിയിട്ടാ. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് പച്ചക്കറി മേടിച്ച് അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങണേണ്ട. നമ്മുടെ അജിത്തണ്ണൻ വന്നിട്ടുണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മുടെ വണ്ടിയും കൊണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ടതിന് ശേഷം വണ്ടിയിലെ ലഗേജ് എല്ലാം നമ്മൾ ജീപ്പിൽ വെക്കണം. എന്നിട്ട് ഒരു 8 കിലോമീറ്ററോളം അകത്തേക്ക് നമ്മൾ പോകണം കേട്ടോ. മാർച്ച് മാസമായതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്ടാ, ആകെ ഇടങ്ങേറാണ്. നമ്മൾ പൂപ്പാറയില നിൽക്കണമെന്നുണ്ടെങ്കിലും ചെറിയൊരു ഇളം കാറ്റ് മാത്രമേ ഉള്ളൂ, നല്ല ചൂടാണ്. ശാന്തൻപാറ എത്തിയിട്ട് ഗൈസ്. ശാന്തൻപാറയിൽ നിന്ന് ഈ ഒരു വളവിലേക്കാണ് നമ്മൾ കയറേണ്ടത്. അതായത് ശാന്തൻപാറ പേത്തോട്ടി ഈ റോഡിൽ ശാന്തൻപാറ പേത്തോട്ടി എന്ന് പറഞ്ഞ വഴി കൂടി കയറുകയാണ് ഗൈസ്. മതികെട്ടാൻ ചോല നാഷണൽ പാർക്ക് പോണ വഴിയാണ് കേട്ടോ ഗൈസ് നമ്മൾ പോണത്. അങ്ങനെ നമ്മൾ ഇനി ഈ വണ്ടി കയറിയിട്ട് ഉള്ള യാത്രയുണ്ട്. ഇനി എൻ്റെ ഉള്ളിൽ കൂടിയാണെന്ന് തോന്നുന്നു. കാറ് കൊണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി പോകണേണ്. എന്നിട്ട് നമ്മൾ ഈ വണ്ടിയിലാണ് ഇനി യാത്ര ചെയ്യാൻ പോണേ കേട്ടോ. നമ്മൾ പോണ സ്ഥലം വേണ്ട ആ മലയുടെ മേളിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി മേടിക്കണ്ടായിരുന്നു, അതും കൂടി മേടിക്കാം. ഈ ഒരു കടയിൽ നിന്നാണ് നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പം എല്ലാം മേടിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. ഹനുമാൻ ഗിയർ ഇനി വണ്ടി വലിയാണ്. മഴക്കുള്ള സമയത്ത് ഇതിൽ കൂടി വെള്ളമൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ മഴ പെയ്യണ സമയത്ത് നമുക്ക് ഒന്നുകൂടി വരാം. ചമ്മര 1.5 ഓഫ് റോഡാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കണത്. ഇനിയും കയറാണ്ട്. നമുക്കിവിടെ ഒരു കുംബ്ലീസ് നാരങ്ങ, അതായത് വലിയ നാരങ്ങില്ലേ കഴിക്കണം, അത് പറിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണേണ്ട. എങ്ങോട്ട് വേടാ ചേട്ടൻ? ചേട്ടൻ ഉണ്ടോയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയാൽ കിട്ടിയില്ലെങ്കില്ല. ഫുള്ള് മറ്റേ ഇലത്തോട്ടം ഉണ്ടാ മൊത്തം. വണ്ടർഫുള്ളാണ്, വണ്ടർഫുൾ. പാരിശി ചേട്ടൻ്റെ പുറകെ പോകുന്നുണ്ട് കേട്ടോ. സാധനം കിട്ടില്ല, സാധനമില്ല. ഇവിടെ ഉണ്ടായിരുന്നു, മരം ഉണ്ടായിരുന്നു. ആ ചേട്ടൻ നോക്കണുണ്ട്. എൻ്റെ പൊന്നോ, ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടാ? ഇതാണ് സ്ഥലം. ഇന്ന് ഇതിൻ്റെ മേലിലാണ്ടോ നമ്മൾ താമസിക്കാൻ പോണത്. ഈ മേലിൽ 3 ബെഡ്റൂമുണ്ട്, ഒരു ബാത്റൂമുണ്ട് കേട്ടോ. 6 പേർക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഒരു സംഭവം പുതിയതായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക്
ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെയാണ്. ഇത് പഴയ സെറ്റപ്പ് അല്ലേ? അമ്പോ, ഇതൊക്കെ കൊടുക്കാൻ സ്റ്റേക്ക് വേണ്ടിയാണോ? ആണല്ലേ. ഇതൊക്കെ റേറ്റ് ഒക്കെ എങ്ങനെയാണോ? ഇതല്ല, ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങോട്ട് വരണമെങ്കിൽ മൊത്തത്തിൽ ഒറ്റ പാക്കേജാ. ഓ ആണല്ലേ. ഇതിൻ്റെ അകത്ത് എത്ര, അതിൻ്റെ അകത്ത് ഇത്ര ഒറ്റ പാക്കേജിലാണല്ലേ? ശരിയാണ്. 1000 രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടി അത് ശരിയാണ്, വണ്ടി കാശ് കൊള്ളാം. ഇത് അടിപൊളി. ഇത് മുള്ളം മന്തിയുടെ അല്ലേ? അതെ, ഇത് കാട്ടിപ്പോയപ്പോൾ കുറേ കണ്ടിട്ടുണ്ട് സാധനം. ഇതെന്ത് വെച്ചാണ് ഉണ്ടാകുന്നത്? ചാണകമാണത്? ഇത് പുല്ല് കട്ട് ചെയ്യും. ഇങ്ങനെ പുല്ല് കട്ട് ചെയ്തിട്ട് ചാണകം കൂടെ മിക്സ് ചെയ്യും. എന്നിട്ട് മൊത്തം തേച്ചം കൂടി പോയി. ചാണകം വേറെ തരം മണ്ണ്. സ്ട്രോങ് ആണല്ലേ? പിന്നെ അവിടെ മരം ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയിൽ. ഇങ്ങോട്ട് വന്നെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ പാക്കേജ് ആണ് പുള്ളിക്കാരൻ പറഞ്ഞ പോലെ. അത് ഞാൻ നമ്പർ തരാം, നിങ്ങൾ നമ്പറിൽ വിളിച്ച് ചോദിക്കട്ടെ. ഞങ്ങൾ ഇന്ന് സ്റ്റേ അതിൻ്റെ മേലാണ്ട. എന്തായാലും വൈബ് സ്ഥലമാണ്. ഒന്നും കൂടി മഴക്കാലത്തും, അതായത് നല്ല കോടയൊക്കെ ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കും. കണ്ടാ ചീവീടിൻ്റെ സൗണ്ടാണ്ട. അപ്പം മേളിൽ നിന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് നേരെ അടുത്തവരെ നമ്മാരൊറ്റ ഗാങ്ങാണ്, ഒറ്റ മൈൻഡാണ്. ഒരാൾ ഒച്ച ഉണ്ടാക്കി എല്ലാവരും ഒച്ച ഉണ്ടാക്കും. അതേ ഇവിടെ നമുക്ക് പാർട്ടിയൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു കിടുക്കാച്ചി വൈബ് ഇട്ടാ. അതെ, ഇവിടെ ക്യാബിൻ സ്റ്റേയും കൂടി ഉണ്ട്. അതെനിക്ക് വന്നാൽ പണിയണേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും നൈസ് വൈബാണ്ട. നല്ല ചെറിയ തണുത്ത കാറ്റാണ്. മാർച്ച് മാസത്തിലാണ് ഞാൻ വന്നേക്കണത്. നമ്മുടെ അവിടെ നല്ല ചൂടാണല്ലോ. ചെറിയൊരു തണുപ്പ് തേടി വന്നതാണ്. എന്തായാലും നല്ലൊരു വൈബാണ്. ഇപ്പോൾ സമയം 3 മണിയാണേ. ഏർമാടത്തിൻ്റെ മേളിൽ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ്ട് ഇത്. താഴ്ത്തു നോക്കുമ്പോഴും ഈ വ്യൂ തന്നെ കാണാം. കണ്ടാ, ചുറ്റും കാടാണേ. കാടിന് നടുക്കൊരു പ്രോപ്പർട്ടി. അടിപൊളിയല്ലേ? മതികെട്ടാൻ ഷോല നാഷണൽ പാർക്കാണ് ഈ കാണുന്നത് കേട്ടോ. അടിപൊളി. പിന്നെ ആനകളും കാട്ടുപോത്തൊക്കെ ഉള്ള ഏരിയയാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇറങ്ങി വന്നാൽ കാണാൻ പറ്റും. ഇനി നമ്മ മേലിലോട്ട് ഒരു ചെറിയ ജീപ്പ് സഫാരി ഉണ്ട് കേട്ടോ. അവിടെ ഒരു കിടുക്കാച്ചി പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മ ഏർമാടത്തിനോട് വിട പറഞ്ഞ് നേരെ മലയുടെ മേളിലേക്ക് പോകണേട്ടാ. ചെറിയൊരു സഫാരി. രണ്ടുപേരും മേളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഒരു കിടുക്കാച്ചി പോയിന്റിലെത്തിയിടാ. രണ്ടുപേരും മേളിൽ തന്നെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ഓഫ് റോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഒരു ചെറിയ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അത് കാണാൻ വേണ്ടി പോണേ. എൻ്റെ മോനെ, എൻ്റെ പൊന്നോ, ആദ്യത്തെ ഒരു വ്യൂ പോയിന്റ് കൊണ്ട് നിർത്തിയാണ്. നോക്കിയേ നിങ്ങൾ, എല്ലാം കാണാം. അവിടേക്ക് ഒരു വലിയൊരു സിറ്റി, വല്ലാത്തൊരു സ്ഥലം കേട്ടോ. എൻ്റെ പൊന്നെ അങ്ങോട്ട് പോലെ ചേട്ടാ, നോക്കിക്കിട്ടാ, കണ്ടിട്ട് എൻ്റെ കാല് പറക്കണ്. ഓ എൻ്റെ പൊന്നെ, രക്ഷയിലെടുത്ത് ആനപ്പിണ്ട കിടക്ക. ആനപ്പുള്ള സ്ഥലം സീ വാരിശൊക്കെ പോയിക്കണം. ധൈര്യം ഞാനില്ല. മൂത്തിട്ട് ഇവിടെയൊക്കെ
തീ അടിച്ച് കത്തിപ്പോയതാന്ന് പറഞ്ഞു. അമ്മോ കയ്യും കാലും പറിച്ചിട്ട് എന്നാലും ജാമോണൊന്നുമില്ല. എൻ്റെ അമ്മോ ഇവിടെ വരണവരൊന്നും നോക്കണോട്ടാ. എൻ്റെ അമ്മോ കാറ്റ് വെറുതെ എടുത്തോണ്ട് പോണേ നമ്മളാ. താഴത്തോട്ട് നോക്കി ഓസ്റ്റിൻ ഗുണാക്കേവിലേക്ക് കൊണ്ട് ആര്യ ഗുണാക്കേവിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കണേ. എനിക്ക് അങ്ങോട്ടൊന്നും വരാൻ പറ്റൂല ഗൈസ്. സീനാണ്. എൻ്റെ കയ്യും കാലും മറക്കണേ. ആകല്ല ഞാൻ വരില്ല അങ്ങോട്ട്. ആദ്യത്തെ ഒരു വ്യൂ പോയിന്റ് കലക്കിയിട്ട ഗൈസ്. ഇപ്പുറത്തെ സൈഡ് കാടാണ്. എന്ത് വേണമെങ്കിലും ഓടി പറ്റും. വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല. തീട്ടി അങ്ങോട്ട് പോയിക്കോളാം. പാരിശൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി പോയി. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. സിനിമ അവിടെ വെച്ച് സ്റ്റക്കായി. സിനിമ കണ്ടിട്ട് സിനിമക്കും പേടി. പാരിശ് അടിയിൽ പോയിട്ട് ഇറങ്ങി കയറി വന്നെ. എങ്ങനെയുണ്ട് പേരൊക്കെ ചോദിച്ചാ? അത് അത്രേ ഉള്ളു. പള്ളുരുത്തി ബോയ്സ് നോക്കി വാട്ട പാരിച്ചേ. അങ്ങോട്ടൊരു സൂത്രം കാണിച്ചു തരാന്ന് പറഞ്ഞ ചേട്ടൻ. സൂത്രം കാണാൻ വേണ്ടി പോണേ. അതോട്ട് പോന്നു കയറി ചെല്ലുന്നു. ഏയ് ആന പോണെങ്കിൽ തന്നെ അത് ക്ഷീണിച്ചാണിരിക്കും. ആരാണ് ഇത്തന്നോട് ഞാൻ പേടിച്ചു പോയി. നാണാ ഇത്തേട്ടൻ. ആരാണ്? അല്ല ബ്രോ എന്തിട്ടാണ് ഈ പോണത്? ആണ്ടേ ജീപ്പ്. അയ്യോ ഞാൻ വിചാരിച്ച് വേറെ ഏതോ സ്ഥലത്തോട്ട്. ആ വീഡിയോയിലൊക്കെ സീനാണ്. അങ്ങനെ നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് പോണേണ്ട. ചമ്മോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ തലകുത്തിയൊക്കെ വീണായിരുന്നു. ഈ മരം നോക്കി. വാവ് കഴിച്ചപ്പ ഫ്രണ്ടിൽ കയറി പാരിശ് മാസ്റ്ററിനെ കൂടി തന്നെടാ. ഇനി ഒരു കയറ്റം ഉണ്ടാ. പിടിച്ചിരുന്നോ പിടിച്ചിരുന്നോ പിടിച്ചിരുന്നോ. ഏറ്റവും അറ്റത്തോടെ നിർത്തി ഞങ്ങളുടെ സ്ഥലം നോക്കി. അടിപൊളി. സൂപ്പർ. ഇപ്പൊ ഇവിടെയൊക്കെ കരിഞ്ഞു പോയതാണ്ട കാട്ടുതീ വന്ന്. എൻ്റെ പൊന്നെ ഇവിടെ മഴക്കാലത്തൊക്കെ തന്നെയാണെങ്കിൽ നല്ല പച്ചപ്പായിരിക്കും എന്നാ പറയണേട്ടാ. 2 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വ്യൂ കിട്ടണേന്നാ പറയണത്. അതേപോലെ കുറേ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ ഇവിടെ. വരണവർക്കൊക്കെ വ്യൂ പോയിന്റ് കൊളുക്കുമലയും മീശപ്പുലിമലയും പോലെയൊന്നുമല്ല, വേറൊരു മോഡൽ ഉണ്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ എത്തിയ പോലെ. വെയിലടിച്ചിട്ട് ചൂടായി. അവിടെ ബൈനോക്കുലറുണ്ട് കേട്ടാ. അത് വെച്ച് നോക്കിയപ്പോൾ ആ മലയുടെ മേലിൽ ഒരാൾ നിൽക്കണവരെ, പക്ഷെ പാറയായിരുന്നത്. നല്ല രസമുള്ള കാഴ്ചകളാണ്.
വരുമ്പോൾ ഇതുപോലത്തെ ബൈനോക്കുലറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദൂരെയൊക്കെ കാണാൻ പറ്റും. നല്ല രസം. പൊളിച്ച് പാരിസിനത്തിന് മേലെടുത്ത് അവരെല്ലാം അവിടെ പോയിരുന്ന് വീഡിയോ എടുക്കണേണ്ട. അവരാ ഡീലാണ്, ഏറ്റവും ഡീല്. ഈ കാട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം. നല്ല സുഖം. ഇടയ്ക്ക് തണുത്ത കാറ്റടിക്കണ്ട് വെയിലടിക്കുമ്പോൾ, അപ്പോൾ ആ ചൂടങ്ങോട്ട് മാറും. അങ്ങനെ 10-30 മിനിറ്റത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മല കയറാൻ പോണേണ്ട. കുറേ ഫോട്ടോസൊക്കെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ബ്യൂട്ടിയിൽ അല്ലേ 100% മാത്രമേ ക്യാമറയിൽ ഞാൻ പകർത്തിയിട്ടുള്ളൂ. ഇതൊക്കെ നേരിട്ട് വന്ന് കാണുക. എന്തായാലും അടിപൊളി സ്ഥലം. ഈ വീഡിയോയിൽ 2 പേരല്ല 4 പേരുണ്ട്. ഒന്ന് ദൂരെ നോക്കിയേ, ഒരു വെള്ള പോയിന്റ് കണ്ട, പൊടി കണ്ട, ഇത് പാരിസ് ജയിപ്പാണ്. ഇവർ 2 പേരും ഏറ്റവും താഴെ വരെ ഇറങ്ങി. നമ്മ ഇനി കയറിപ്പോണ്ട മല കണ്ട, നമ്മ തന്നെ ഇറങ്ങി ഒരു സ്ഥലം വരെ എത്തി. അവന്മാർ 2 പേരും അവിടെ എത്തി. ഞങ്ങൾ കയറുള്ള കാരണം എൻ്റെ ചെരുപ്പൊക്കെ അവിടെ വെച്ച് പൊട്ടിപ്പോയി. ഇനി രക്ഷയില്ല. അവര് നടന്ന് പോണേണ്ട. ആ മല കയറുമെന്നാ തോന്നണം. കയറും. അവരിവിടെ നിന്ന് താഴ്ത്തുനിന്ന് പോയി ഈ മലയുടെ ഇവിടെ എത്തിയിട്ടാ. അവർ കയറിയിട്ടേ അവരുള്ളതെന്ന് പറയണത്. അതെ, നമ്മ അരമണിക്കൂറായിട്ട് ഇവിടെ തന്നെ ഇരിക്കണേണ്ട. അങ്ങ് ദൂരെ കണ്ട പൊടി, ആ ഏറ്റവും മേലിരിക്കണ പൊടി കണ്ട. ഇവിടെ വായിച്ചോണ്ട അവിടെ വരെ നടന്നാൽ പോയി. താണ്ടി ഇങ്ങനെ കയറി വന്നം. എനിക്കും കയറാണ്ട് അപ്പുറത്ത് വലിയൊരു മല. അങ്ങനെ സൂര്യനൊക്കെ ഇറങ്ങിയിട്ടാ വേണ്ട. സൂര്യനൊക്കെ താഴത്തേക്ക് പോയി. ഇപ്പം ലൈറ്റൊക്കെ മാറി. അവർ മലയുടെ വെളിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കണ അവരെത്തിയിട്ടില്ല. ഇപ്പം സമയം 6:22 അടിപൊളി. ഈ സ്ഥലത്തിൻ്റെ പേര് ഉച്ചൽ കുത്തുന്നുണ്ട. അടിപൊളിയല്ലേ? അതെ. ഇനി അഭിമാനം നോക്കരുത്, നിരങ്ങി കയറിക്കോളാനാ പറയണത്. അല്ലാണ്ട് കയറാൻ പറ്റില്ല. നോക്കിയേ, നിരങ്ങി കയറാനേ. അതെ, ഇത് മാത്രമേ ഉള്ളൂ. അതെ, എല്ലാവരും പോയിക്കോളും. അതെ, അങ്ങോട്ട് പോയിക്കോളും. 4 കാലിൽ പോയിക്കോളും അല്ലേ. അവര് താഴ്ത്താണ്ട്. അവരിനി എപ്പോൾ കയറിയാൽ തന്നെ തിരിച്ച് കയറുന്ന കാഴ്ച ഉണ്ട് കാണുന്നത്. വണ്ടി ആ മൂലക്കായിട്ടാണ് കിടക്കണത്, അതിനെ നടുക്ക്. അവരാ മല കയറി ഇറങ്ങി വന്നോളൂ. അടി കൂടി കയറി വന്നുണ്ട്. ഞാൻ പകുതി എത്തി. എൻ്റെ അമ്മു കതച്ച് പണ്ടറടങ്ങിപ്പോയി. ഈ അടുത്ത് കാട്ടുതീ വന്ന് കത്തിപ്പോയതാണ്ട് ഇതൊക്കെ. ഇവിടെ ഇങ്ങനെയെല്ലാം അല്ലായിരുന്നു. ഈ ലെവലിൽ പുല്ലായിരുന്നു ഇങ്ങനെ വളർന്നിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടിയായിരുന്നു നടന്നു പോയി അപ്പുറത്ത് പോകേണ്ടത്. കത്തിപ്പോയപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാ. ഇപ്പം നല്ല വിഷ്വലാണ് ഇപ്പം. പക്ഷെ പച്ചപ്പുണ്ടെങ്കിൽ ഇതിലും മനോഹരമായിരിക്കും. കയറി 6:44 ജീപ്പിൻ്റെ അവിടെ എത്താറായി. ഏകദേശം ഇനി കുറച്ചും കൂടി ഉള്ളൂ. പക്ഷെ അവരവിടെ ജീപ്പാണ്. അവിടെ 2 മല കയറിയല്ലേ, അടക്കത്തിരിക്കാണ്. നമ്മുടെ റിസോർട്ട്, അതായത് ട്രീ ഹൗസ് ഇരിക്കണ കേരളത്തിൽ. നമ്മിപ്പോൾ നടന്നു വന്നത് തമിഴ്നാട്ടിലാണ്ട. തമിഴ്നാടിൻ്റെ മലയാണ് നമ്മൾ ഇപ്പോൾ കയറിയേക്കണത്. അയ്യോ, ഇവിടെയൊക്കെ കത്തി കരിഞ്ഞു പോയതാണ്. ജീപ്പ് നടക്കുന്ന സ്ഥലം കേരളം, നമ്മൾ നിൽക്കുന്ന സ്ഥലം തമിഴ്നാട്. അടിപൊളി. നമ്മുടെ ജീപ്പ് നടക്കണമൊക്കെ അങ്ങനെ ജീപ്പിൻ്റെ അവിടെ എത്തി. ഇനി കുറച്ച് വെള്ളം കുടിക്കട്ടെ എൻ്റെ പൊന്നോ. 2 മലകൾ കീഴടങ്ങിയ മഹാന്മാര് വന്നിട്ടാ അവരും എത്തി. അവിടെ വെള്ളം കൂടി തുടങ്ങി. ജീപ്പ് സ്റ്റാർട്ടാക്കി സെറ്റാക്കി. അവരോട് നമുക്ക് എക്സ്പീരിയൻസ് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ എക്സ്പീരിയൻസ്? വിക്ടറി
വലേന്നാണ്ട് കയറിയാന്ന് ഐസപ്പാ നമ്മുടെ ബായി നമ്മുടെ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേളിൽ കയറുന്നു. ഞങ്ങൾ ജീപ്പ് സഫാരി എല്ലാം കഴിഞ്ഞ് താഴ്ത്തെത്തി. ഇനി പോയി ഫ്രഷ് ആവട്ടെ. മറ്റേ കാട്ടുതീയൊക്കെ വന്നുകൊണ്ട് കാലിലും കയ്യിലൊക്കെ മൊത്തം കരിയാണ്. ലൈറ്റൊക്കെ അത് സെറ്റാക്കിയിട്ടേനടാ. ഒരായിരം അങ്ങനെ ഞങ്ങൾ കുറച്ച് പാട്ടും കലാകാരും അതൊക്കെ ചെയ്തു ഏർമാടത്തിന്റെ താഴത്ത് ഇങ്ങനെ ഇരിക്കണേണ്ട. അത് പൊളിച്ചിട തളർന്നു ഇവിടെ നമുക്ക് പാട്ടുപെട്ടിയുണ്ട്, പിന്നെ അതെ ചപ്പാത്തി ഉണ്ട്, പരത്താൻ വേണ്ടി നമുക്ക് അടുക്കളയുണ്ട്. ജയ്ബ്രോ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ജയ്ബ്രോ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നു. നമുക്ക് ചേട്ടച്ചാരൻ ചപ്പാത്തിയും കോഴിക്കറിയും പരത്തുന്നു. മോസ്റ്റിൻ അവിടെ ഇരിക്കുന്നു, ഏർമാടത്തിൻ്റെ അടിയിലിരിക്കുന്നു. ഇവിടെ നമുക്ക് നല്ല തണുപ്പൊക്കെയുള്ള സമയത്ത് ഗ്രില്ലടിക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ വലിയ തണുപ്പില്ല, ഒരു മീഡിയം തണുപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കുന്നില്ല, ഇവിടെ ഇരിക്കുന്നു. നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ അടിച്ച് ഇവിടെ ഇരിക്കാട്ടാ. കുറച്ചു നേരം പുറത്ത് നിന്നിട്ട് പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോൾ എല്ലാവരും തണുത്ത് പറക്കാൻ തുടങ്ങി. രാവിലെ നല്ല ചൂടും രാത്രി ഒടുക്കത്തെ തണുപ്പുണ്ടോ, ഒരു രക്ഷയില്ല. ഇപ്പം ചൂടത്തിരിക്കണം. അറ്റത്ത് തീ പിടിച്ച് കഴിച്ച്, അറ്റത്ത് കാട്ടിൽ തീ പിടിച്ചിട്ടുണ്ട്. കണ്ടാ തീ വലുതായി. ഈ സമയത്തൊക്കെ പുൽമേട്ടിലൊക്കെ പോണവരെ ശ്രദ്ധിക്കാട്ടാ, എപ്പോഴാണ് അപകടം ഉണ്ടാകണതെന്ന് പറയാൻ പറ്റില്ല. അപ്പം മൊത്തം ഉണങ്ങി കിടക്കണേണ്, പെട്ടെന്നായിരിക്കും കത്തുപിടിക്കണതൊക്കെ. അപ്പം നമുക്ക് രാത്രി ചപ്പാത്തിയും കോഴിക്കറിയും ഉണ്ട് കേട്ടോ. നായിത്തേട്ടൻ ചപ്പാത്തിയും കോഴിക്കറിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പം 7 മണിയായിട്ടാ. രാവിലത്തെ കാഴ്ച കാണിച്ചു തരാടാ. രാവിലത്തെ കാഴ്ച ഉണ്ട്. ഇത് കോടമഞ്ഞ് ഇങ്ങനെ ഇരിച്ച് കയറിക്കൊണ്ടിരിക്കുന്നുണ്ടോ. എൻ്റെ പൊന്നെ തണുത്ത് പറച്ച് സീൻ. മരത്തിൻ്റെ മേളിലാണ്ടോ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാടാ. ഒരു 8 മണിയാകുമ്പോൾ നമ്മൾ ഒരു ട്രക്കിംഗ് ഉണ്ട്. ആ ട്രക്കിങ്ങിനും കൂടി കൊണ്ടുപോയിട്ട് ആ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എന്താ കോടമഞ്ഞ് ഇരിച്ച് കയറിക്കൊണ്ടിരിക്കണേടാ. അയ്യോ ഭയങ്കര സെറ്റപ്പ് ആടാ. ഇതിലേ കൂടി നടക്കുമ്പോൾ നമ്മുടെ തല മുട്ടോടാ. എൻ്റെ തല മുട്ടും. അപ്പോൾ കുനിഞ്ഞ് വേണം നടക്കാൻ. ഒട്ടുക്കത്തെ തണുപ്പെൻ്റെ അമ്മ. ഗൈസപ്പാ ഗുഡ് മോർണിംഗ് ടാ. രാവിലെ തന്നെ കോടമഞ്ഞ് നോക്കി ചായ കുടിക്കണേ. അരെ വാ, അതേ നമ്മുടെ ട്രീ ഹൗസ്. ഒടുക്കത്തെ തണുപ്പാണ്. ശരിക്കും നമ്മുടെ ഫോണിൽ ക്ലിയർ ആയിട്ട് കിട്ടൂലട്ടാ, കോട വന്ന് ഇടിച്ച് കയറണേ. അതെ ഉണ്ടാ. മാർച്ച് മാസത്തിലാണ്ട നമ്മളവിടെ ചൂട്, ഇവിടുത്തെ കൊടും തണുപ്പ്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ കണ്ടാ ഫുള്ള് കോട വന്ന് മൂടിയ ട്രീ ഹൗസ്. ഇതായത് നോക്കി, ഇപ്പം നോക്കി ഇവിടെ ഫുള്ള് കോടയായി. പക്ഷെ എൻ്റെ പൊന്നോ സെറ്റ്. ഫ്രണ്ട്സ്, ഞങ്ങൾ രാവിലെ തന്നെ ഒരു സഫാരിക്ക് പോകണേണ്ട പ്രഭാത യാത്ര. അജിത്തേട്ടനുണ്ട് കൂടെ, ബാക്കി എല്ലാവരും പുറകിലുണ്ട് കേട്ടോ. ഞങ്ങളൊരു നല്ലൊരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അജിത്തേട്ടൻ കൊണ്ടുപോവുകയാണ് ഗൈസ്. ഇന്നലെ ഞങ്ങൾ നല്ല സുഖകരമായി കിടന്നുറങ്ങി. നല്ല തണുപ്പായിരുന്നു. നമ്മ പോണ വഴിയാണ്ടത്. പക്ഷെ എൻ്റെ പൊന്നോ, 1.5 വഴി. രക്ഷയില്ല ബ്രോ.
ചെരുപ്പ് ഊരിയിട്ട് എന്നെ കയ്യിലെടുക്കും ബ്രോ. ചെരുപ്പ് ഊരി കൈ പിടിക്കണ നല്ലത്. ഓ മൈ ഗോഡ്, ആനപ്പിണ്ടം, പിണ്ടം പിണ്ടം. കുറേ പിണ്ടം. ഇവിടെ ആന വന്ന് പോകാറില്ല കഴിയണ്ട. ഒയ്യോ, ഈ വഴി നോക്കി അടിപൊളിയാ. ഓ താഴ്ത്തോട്ട് നല്ല അഗാധമായ കൊക്കേണ്ട കണ്ടോ, സീ നോക്കി. ഓ എന്റെ പൊന്നെ മച്ചാമാരെ, ഏറ്റവും ടോപ്പിലെത്തിട്ടാ. താഴ്ത്തോട്ട് നോക്കി, ഒരു തുമ്പത്താ നിക്കണത്. ഇവിടെ വെച്ചിട്ടാ. ഇതിപ്പോ എങ്ങനെ ഇറങ്ങിപ്പോന്ന ഞാൻ ആലോചിക്കണം. സീനാണ് മോനെ. എവിടെ ആനയുണ്ടെന്ന് അവരെന്റെ മേളിലേക്ക് കടന്നു കേട്ടാ. അങ്ങോട്ടൊന്നും കാണണമല്ല. ആ കൂയിക്കൊണ്ട് പോവാൻ മൃഗങ്ങളെല്ലാം ഉണ്ടാവുന്നു. ഒരു രക്ഷയില്ലട്ടാ, സ്ഥലം വെറുതെ കിടിലൻ. ഓക്കെ, ഏറ്റവും ടോപ്പിലാണ് നിൽക്കണം. താഴത്തോട്ടുള്ള വിഷ്വലൊന്നും കാണാനുള്ള ഫുള്ള് 360 നമുക്ക് കാണാൻ പറ്റും. ഓ കിടിലൻ 360 വേണ്ട. ഏറ്റവും ടോപ്പ് ഇവിടെ ഏരിയയിൽ എനിക്ക് അങ്ങനെ ഏറ്റവും ടോപ്പ് മലയൊന്നുമുള്ളേ. കുറച്ചും കൂടി ഉണ്ട് അതിൻ്റെ മേളിലേക്ക്. അതും കൂടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പാണ്. അങ്ങോട്ട് ഞാൻ കയറാനുള്ള. പക്ഷെ എൻ്റെ പൊന്നെ കോട ഒന്ന് മൂടി കിടക്കണേ. ഇതിൻ്റെ മേളിലൊക്കെ ആന കയറി വരുമായിരുന്നു നിങ്ങളെ. ഇങ്ങോട്ടൊക്കെ ആന കയറി വരില്ലല്ലേ? എന്റെ ദൈവം, ആനയൊക്കെ ഇതിലെ കൂടി എങ്ങനെ ഇറങ്ങി പോവാനാ? അവരെന്നോടും കൂടി വരാൻ പറഞ്ഞു അങ്ങോട്ട്. ഞാൻ അങ്ങോട്ട് നടക്കുകയാണ് ഗൈസ്. എൻ്റെ അമ്മോ, വഴിയാണ് സീൻ. താഴത്തോട്ട് പൊക്കേം പിന്നെ മേളിൽ കൂടെ നടന്നു പോകണം. ഇത് മുള്ളുണ്ടല്ലേ, ചെരിപ്പിടാൻ നടക്കണം. ആണോ? കാനകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ വഴിയാണെന്ന്. ഇവിടെ ആരും വരാറില്ല. എൻ്റെ അമ്മ, സീൻ. അത് കഴിഞ്ഞ് ഇനിയുണ്ട് കേട്ടാ. കണ്ടാ, കടുവകളൊക്കെ പോണ വഴിയാന്ന് പറഞ്ഞത്. എവിടെ? പക്ഷെ എൻ്റെ പൊന്നെ, ആനപ്പിണ്ടോണ് കപ്പയിലിട്ടത്. ഇവിടെ ആന വന്ന ലക്ഷണമുണ്ട്. സീനാണെന്ന് പറഞ്ഞത്. അവിടെ ആനയുണ്ട്. ചേട്ടൻ നോക്കണ്ട്, പണി കിട്ടും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. എൻ്റെ പൊന്നെ വേണ്ട, പണി കിട്ടും. എൻ്റെ കാലി സീനാണ്ടാ.
ആനപ്പിണ്ടോ മൊത്തം ആനപ്പിണ്ടോ. പക്ഷെ എൻ്റെ പൊന്നെ ചെരുപ്പിടാണ്ട് അങ്ങനെ അടുക്കൊക്കെ അവിടെ നടന്ന് ഞങ്ങൾ ആനകൾ സംഗമിക്കുന്ന സ്ഥലത്തിട. ഇതാണ് ആനയുടെ ജംഗ്ഷൻ എന്ന് പറയുന്നത്. പൊന്നോ, 1.5 സ്ഥലം. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റിസോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നടക്കൂട്ടോ. അടിപൊളി സ്ഥലമാണ്, ഒരു രക്ഷയില്ല. ആണ് ഫുള്ള് കോടായി നിൽക്കണേ. നമ്മുടെ നാട്ടിൽ ചൂട്, ഇവിടെ മഞ്ഞ് തുള്ളികൾ വീണോണ്ടിരിക്കണേ. ഇത് പറയാം. ഇവിടെ ഒരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ നേരെ കയറാൻ പോകണ്ട ഗൈസ്. അധികം നേരം നിൽക്കണില്ല. ആനകൾ സംഗമിക്കുന്ന സ്ഥലം ഇതുകൊണ്ട് എപ്പോഴെങ്കിലും ഓടിക്കറി വന്നു കഴിഞ്ഞാൽ വി ആർ ട്രാപ്ഡ്. എന്താ ആന വന്ന് ചാരി ആ മരത്തിൻ്റെ അതൊക്കെ കണ്ട തൊലിയൊക്കെ പോയി കിടക്കണടാ. 2 ദിവസം മുമ്പ് എന്തായാലും ഇവിടെ ആന വന്നിട്ടുണ്ട്. അതിൻ്റെ കൊമ്പൊക്കെ പോയി കിടക്കണേ. അതിൻ്റെ തൊലിയൊക്കെ ഉണ്ട. ആന വന്ന് പണി ചെയ്യണ സാധനങ്ങളാണ് ആക്കാം. ചെരുപ്പില്ലാതെ ഇറക്കുമ്പോൾ ഇതേപോലത്തെ വൃത്തികെട്ട ചെടികളുണ്ടാവും, മൊത്തം മുള്ള. പോണ വഴി നോക്കിയ ചെരുപ്പില്ലാണ്ട് മരം നിൽക്കണ നോക്കി എന്ത് ഭംഗിയാ. ഇത് 2 ദിവസം മുമ്പ് ഇട്ട പിണ്ടോ, ഫ്രഷാണ്. ആനക്ക് വയറിളകം പിടിച്ചിട്ടുണ്ടോണ്ടാ, പോണ വഴിക്കൊക്കെ ഉണ്ട്. കൂടെയുള്ള 2 പേര് വന്നിട്ടില്ലട്ടാ. അങ്ങനെ ഇവിടെ നിൽക്കാനാണ്. അവരെ ഇനി ആ മണ്ണിൻ്റെ ഉള്ളിൽ കൂടി, ആ കാടിൻ്റെ ഉള്ളിൽ കൂടി കയറി വരണം. പക്ഷെ എൻ്റെ പൊന്നെ ആണോ? അടിപൊളി ഫ്രെയിം എടാ. ജയ്ബ്രോ കയറി മേളിൽ കയറിന്ന്. ജയ്ബ്രോ ഇറങ്ങിയപ്പോ പാരിസും കയറിടാ. കിടന്നടാ ഇത്. മരത്തിന്റെ മേളിൽ കയറി കിടക്കണ സീൻ കണ്ടിട്ടുണ്ട. അത് ഇതാണ് സംഭവം. കോടമനാണ്, ചുറ്റും കോടമന് കാണികള്. അടിപൊളിയാണല്ലോ. താഴേക്ക് നല്ല അഗാധമായ കൊക്കയാണ്. ചെന്നായപ്പട്ടിയില്ലേ, കാട്ടുപട്ടിയുടെ അതെങ്ങനെ രോമം ചേർന്ന് തന്നെ ചപ്പിടുന്നു. ഓ, കാട്ടുപട്ടിയുടെ സീനാണത്. കിട്ടുന്നോടും വലിച്ചു പറിച്ച് തിന്നുക എന്നുള്ളതാണ് പുള്ളിയുടെ. അതെ, ചാണേ മുമ്പ് തിന്നിരിക്കുമല്ലേ. പക്ഷെ എൻ്റെ ഇതെന്താടാ ഇത്ര ഹൈറ്റുള്ളതാണ്. ഇത്ര ഹൈറ്റുള്ള ആന നോക്കി, ആന പിണ്ട് ഇട്ടേക്ക നോക്കി. ഇത് ആരും കൊണ്ടേ വെച്ചേന്നല്ല, ഇത് നോക്കി. ആ ബാക്കിയുടെ ബാലൻസ് ഇവിടെ. ആനക്കൊക്കെ കോമഡിയാ. പോകുന്ന വഴിയൊക്കെ മുൾച്ചെടികളാണ്. ഇനിന്റെ ഉള്ളിൽ കൂടിയാണ് പോണ്ടത്. ഒക്കണ്ട കുനിഞ്ഞു പോയാ. പൊക്കിക്കഴിഞ്ഞാലേ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാം കൂടി തലയിലോട്ട് വന്നിരിക്കും. അയ്യോ, നെഞ്ചത്തൊത്തിക്കറി മൊത്തം മുള്ളാണ്ട. വഴിക്കൊക്കെ മുൾച്ചെടികളാണ്. പറഞ്ഞോ, ചെരുപ്പില്ലാതെ വന്നവരൊക്കെ എന്നെ പോലെ സൂക്ഷിച്ചൊന്നുമില്ലെങ്കിൽ എൻ്റെ 5-6 പ്രാവശ്യം കുത്തി കയറി. ആർക്കറിയാം, എനിക്കറിയാൻ മേലെ. വീഡിയോ സീനാണ്. അപ്പോൾ ഞങ്ങൾ വന്ന വഴി തന്നെ തിരിച്ചു പോണേണ്ട. ഓക്കെ, വന്ന വഴി കാല് തെറ്റി വീഴല്ലേ. ഒരു അടി തെറ്റിയ ആഹാ മോനെ ഇവിടെ ഇരിക്കണേർന്നോ. ഒറ്റക്ക് മല മോളിൽ കിടന്ന് ആസ്വദിച്ച് നീ എൻ്റെ കാലൊക്കെ പോയടാ.
മനുഷ്യൻ്റെ ഈ ചെരിപ്പൊന്ന് പിടിക്കാവുള്ളൂ. നിരങ്ങി ഇറങ്ങാൻ ഞാനേ അടിയിലിറങ്ങട്ടെ, അല്ലെങ്കിൽ കൊക്കയിലോട്ട് പോകുന്നുണ്ടോ. അടി തെറ്റിയ കൊക്കയിലോട്ട് ഈ പിടിച്ചിറങ്ങിയില്ലെങ്കിലേ സീനാണ്. ബാക്കിലുള്ളൊരു കുന്നിറങ്ങി, ഇനി താഴേക്ക് പോകണമൊക്കെ ഇറങ്ങി പോകണം മോനെ. ഇനി ഇവിടെ വന്നവരൊക്കെ സൂക്ഷിക്കുക, അടിച്ച് കിളിയായി താഴത്തോടെടുത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടൂല. ഈ വഴി കൂടിയാണ്ട് വന്ന് അപ്പുറത്തോട്ട് നോക്കിയേ കൊക്ക, ഇപ്പുറത്തെ സൈഡ് നോക്കിയേ കുഴിയെന്ന് പറഞ്ഞാൽ 1.5 കുഴിയാണ്. അവരൊക്കെ താഴ്ത്തെത്തിയിട്ടാ. എൻ്റെ ലെഗിന് വർക്കൗട്ട് ചെയ്തിട്ട് നല്ല പണിയിട്ട് എൻ്റെ ഇടയിൽ കൂടി ഇത്ര വലിയ മലയും കൂടി ഞാൻ കയറി. അപ്പോൾ ഇറങ്ങുമ്പോൾ നല്ല പെയിനുണ്ട്. നമ്മുടെ ജീപ്പിനോട് യാത്ര പറഞ്ഞ് നമ്മൾ പോവുകയാണ്. ജീപ്പിൻ്റെ ഷോക്ക് അബ്സറിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു. പിന്നെ കിടുക്കാച്ചി മലയല്ലേ കയറണത്. അച്ഛനെ മിസ് യു, ബൈ. ഗൈസ്, ഇതിൻ്റെ മേളിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇതിൽ 3 ബെഡ്റൂം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ബാൽക്കണി ഉണ്ട്, ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. ടോട്ടൽ 6 പേർക്ക് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കൂടി കയറി വേണം നമുക്ക് മേളിലെത്താൻ. ഞാൻ കാണിച്ചു തരാം. കയറുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഗേറ്റ് കാണാം. പിന്നെ ഒരു 10-20 സ്റ്റെപ്പ് മേളിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലെത്തുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കാണുന്നത് ഒരു റൂം. ദാറ്റ് ഈസ് ഞങ്ങൾ ഇന്നലെ കയറിയില്ല. ദേ ഇവിടെ ഒരു റൂമുണ്ട് ഏട്ടാ. ഇവിടെ 2 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റും. അത് കഴിഞ്ഞു വീണ്ടും നമ്മൾ 2ാമത്തെ ഫ്ലോറിലേക്ക് കയറുമ്പോൾ ഒരു 5-6 സ്റ്റെപ്പ് കയറി മേളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂം. ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ കിടന്നത് 2 പേര്. ചെറിയൊരു കബോർഡ് സ്പേസ്, നമ്മുടെ ലോക്കർ, വാഷ് ബേസിനുണ്ട്, ചെറിയൊരു സെറ്റ്, ഒരു മിററും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ സ്പേസ്. പിന്നെ സോളാർ പവർ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ചാർജിങ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. 81% ചാർജ് കയറിയിട്ടുണ്ട്. അങ്ങനെ പിന്നെയും നമ്മൾ പുറത്തിറങ്ങി ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒന്ന് കുനിഞ്ഞടക്കണം കേട്ടോ, കാരണം ഹൈറ്റ് കുറവാണ്. ദേ ഒരു ചെറിയ ബാത്റൂം. ഓക്കെ, അതും കഴിഞ്ഞ് ഈ മൂലക്കാണ് നമ്മുടെ വേറെ റൂം. ഇവിടെ 2 പേര് ഇന്നലെ സ്റ്റേ ഉണ്ടായിരുന്നു. മൊത്തം 4 പേരാണ് ഞങ്ങൾ ഇന്നലെ വന്നത്. ടോട്ടൽ ഇതാണ് സംഭവം. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, ജഗ ഈ മരത്തിൻ്റെ പകുതി സ്ഥലത്താണ്ട ഈ ഒരു എയർമാടം കുത്തി കയറ്റി വെച്ചാണ്. എന്തായാലും കൊള്ളാം. ആദ്യം കണ്ട റൂമില്ലേ, ആ റൂം എടുക്കണവർക്ക് ദേ ഇതാണ് ആ റൂം കേട്ടോ. ഇവിടെ കബോർഡുണ്ട്. അതെ, ഇവിടെ ഒരു ഡോറുണ്ട് ആണോ. ഡോറ് ഇതിൽ കുനിഞ്ഞിങ്ങനെ കയറി കഴിഞ്ഞാണെങ്കിൽ എൻ്റെ അമ്മോ നടിയിടിക്കൂ. അതെ, ഇതാണ് ഇവിടുത്തെ ബാൽക്കണി. നമുക്കിവിടെ ഇരിക്കാം, സോറ പറയാം. കപ്പിൾ സെറ്റൊക്കെ ആയിട്ട് വന്നിടയ്ക്ക് നൈസായിരിക്കും കേട്ടോ, അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കാം. പിന്നെ ഞാൻ വന്നേക്കണത് നല്ല ചൂട് കാലത്താണ്. രാവിലെയും രാത്രിയും നല്ല തണുപ്പാണ്. പിന്നെ ഉച്ചയ്ക്ക് നോക്കണ്ട കേട്ടോ, ചൂടാണ്. പിന്നെ ഇന്നലെ കാണിച്ച പോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒരു റൂമുണ്ട്. പിന്നെ ഇവിടെ ക്യാമ്പ് ഫയർ ഇടാനുള്ള സൗകര്യമുണ്ട്. അവിടെ ഒരു ക്യാബിൻ സ്റ്റേ പോലെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഫുള്ള് ക്യാമ്പ് ഫയർ ഇട്ട് നമുക്ക് ചുറ്റും കൂടി ചൂട് കൂടി ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പ്. ഇത് കിച്ചണാണ്. അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. പിന്നെ അവിടെ 2 ബാത്റൂം അവൈലബിൾ ആണ്. സോ ഇവിടെ കുറേ പേർക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അജിത്ത് ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പുള്ളി പറയുന്നതാണ്. എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അതെ, ഇതാണ് നമ്മുടെ അജിത്ത് ചേട്ടൻ കേട്ടാ. പുള്ളിനെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കണം കേട്ടോ. നമ്മുടെ പിള്ളേരൊക്കെ വിളിക്കും. ഓക്കെ, അത് സ്വിമ്മിങ് പൂളാണെന്ന് വിചാരിച്ചാൽ ആരും അടുത്ത് ചാടരുത്. അത് സ്വിമ്മിങ് പൂളല്ല. എല്ലാവരും പുട്ടും കോഴിയും കഴിക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ നമ്മുടെ ഈ പാക്കേജിൽ വൈകുന്നേരത്തെ ഫുഡും രാവിലത്തെ ഫുഡും ഇൻക്ലൂഡഡ് ആണ്. റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചേട്ടനെ വിളിച്ച് ചോദിച്ചാൽ മതി. പുള്ളിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ മരത്തിൻ്റെ സൈസ് ഉണ്ടോ നിങ്ങൾ, നല്ല കിടിലാണ് കേട്ടോ. നമുക്ക് ഇവിടേക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ. നല്ല ആംബിയൻസ് ആണ്. പുറത്തുണ്ടോ, രാവിലെ ആയി കഴിഞ്ഞാൽ ഇതൊന്നും കാണൂല. നല്ല കോട ഒന്ന് മൂടിക്കളയും. വരെ ഞാൻ ഇനി അധികം വലിച്ചു നീട്ടി കുളവുകള ഇതൊക്കെ തന്നെയാണ് കാഴ്ച. നല്ല മനോഹരമായിരുന്നു, നല്ല യാത്രയായിരുന്നു, നല്ല റിസോർട്ടാണ്, നല്ല ട്രീ ഹൗസാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ കിട്ടും.
എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ലടാ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറെ ഒന്നും വേണ്ട. എന്നാൽ നമുക്ക് ഒരു ഇത് ആവും, എന്താ പറയണേ, മോട്ടിവേഷൻ ആവും ഇനിയും വീഡിയോസ് ഇടാമെന്നുള്ള. അപ്പോൾ മച്ചാമാരെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.